ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ. സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതിൽ ദുരൂഹത തുടരുകയാണ്. കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും റിപ്പോർട്ടിലുണ്ട്. അട്ടിമറിക്ക് നിലവിൽ തെളിവ് ലഭിച്ചിട്ടില്ല എന്നും AAIBയുടെ പ്രാഥമിക കണ്ടെത്തൽ. AI-171 വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി. ഇതിന് പിന്നിലെ കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ആയതെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഒരു സ്വിച്ച് ഓഫായി 1 സെക്കൻഡ് ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്വിച്ചും ഓഫായി. ഇത് തിരിച്ചറിഞ്ഞ വിമാനത്തിലെ ഒരു പൈലറ്റ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിച്ചു. താൻ ചെയ്തില്ല എന്നായിരുന്നു മറുപടി. കോക്പിറ്റിലെ ഓഡിയോയിൽ ഇത് വ്യക്തമാണ്. സ്വിച്ചുകൾ വീണ്ടും ഓൺ ചെയ്ത ശേഷം വിമാനം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരെഞ്ചിനിൽ നേരിയ ത്രസ്റ്റ് ഉണ്ടായെങ്കിലും രണ്ടാമത്തെ എഞ്ചിന് ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ ദൂരെ വിമാനം നിലം പതിച്ചു. വിമാനത്തിലെ റാം എയർ ടർബൈനും ആക്ടിവേറ്റ് ആയിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറന്നത് 32 സെക്കൻഡുകൾ മാത്രം. പൈലറ്റുമാരുടെ ആരോഗ്യനിലയിലോ മാനസിക നിലയിലോ പ്രശ്നങ്ങളില്ല. പക്ഷി ഇടിച്ചതോ കാലാവസ്ഥ പ്രതികൂലമായതോ അപകടത്തിന് കാരണമല്ല. അട്ടിമറിക്ക് നിലവിൽ തെളിവുകളില്ലെന്നും വിശദമായ അന്വേഷണം തുടരുന്നുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു. അന്വേഷണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് എയർ ഇന്ത്യയും ബോയിങ്ങും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവന്നെങ്കിലും ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇതിനും ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അച്യുതൻ, 24, ഡൽഹി. അതേസമയം AAIB പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അത്ഭുതപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മതിയായ യോഗ്യതയില്ല. അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ AAIB പുറത്തുവിട്ടത് അന്തിമ റിപ്പോർട്ടല്ല എന്ന് വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൾ പ്രതികരിച്ചു. ഡൽഹിയിൽ നിന്നും അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, പൈലറ്റുമാരുടെ സംഘടനയുടെ ആക്ഷേപം എന്താണ്? ഇപ്പോൾ ഈ കണ്ടെത്തലുകൾ അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണ്. അത് രാജ്യം മുഴുവൻ അതിലൊരു അഭിപ്രായമേ ഉള്ളൂ. പൈലറ്റ്സ് അസോസിയേഷൻ അപ്പോൾ ഈ അന്വേഷണ സംഘത്തെയാണല്ലോ ചോദ്യം ചെയ്യുന്നത്, AAIB ആണല്ലോ ചോദ്യം ചെയ്യുന്നത്. എന്താണ് അവർ പറയുന്നത്? വിജയകുമാർ, അന്തിമ റിപ്പോർട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുറത്തു വന്നില്ലെങ്കിലും നിലവിൽ വന്നിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഈ അപകടത്തിന് ഉണ്ടായ കാരണം അത് എടുത്തു പറയുന്നുണ്ട്. അത് ഇന്ധന സ്വിച്ചുകൾ ഓഫായതാണ് ഈ എഞ്ചിനുകൾ രണ്ടും പ്രവർത്തനരഹിതമാകുന്നതിന് കാരണമായത് എന്നാണ് ഈ AAIBയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയത്. അവരുടെ വാർത്താക്കുറിപ്പിൽ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ, നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ദുരൂഹതകൾ അത് അത്ഭുതപ്പെടുത്തുന്നവയാണ് എന്ന് പറയുന്നുണ്ട്. അന്വേഷണത്തിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉചിതമായ യോഗ്യതകളില്ല എന്നും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധന സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു പ്രസിദ്ധീകരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. എങ്ങനെയാണ് ഈ അന്വേഷണ വിവരങ്ങൾ ഈ ഇത്തരമൊരു ഏജൻസിക്ക് അല്ലെങ്കിൽ ജേണലിന് ചോർന്ന് ലഭിച്ചത് എന്നൊരു ചോദ്യം കൂടി ഈ പ്രസ്താവനയിലൂടെ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ അന്വേഷണത്തിന്റെ ദിശ, അതായത് ഇന്ധന സ്വിച്ചുകൾ ഓഫായതാണ് എന്ന കാരണത്തിലേക്ക് എത്തുന്നത് അത് പൈലറ്റിനെ പഴിചാരാനാണ് എങ്കിൽ അത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്നാണ് ഈ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണത്തിൽ സുതാര്യത വേണം. ഇന്നലെ പുറത്തു വന്ന AAIBയുടെ റിപ്പോർട്ട് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരുടെയും ഒപ്പുപോലുമില്ല എന്നൊരു വിമർശനം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വ്യോമയാന സഹമന്ത്രി
ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൾ പറഞ്ഞത് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടല്ല, അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ ഒരു നിഗമനങ്ങളിലേക്കും ചെന്നെത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. AIIBയുടെ പ്രവർത്തനങ്ങളിൽ നിലവിൽ വ്യോമയാന മന്ത്രാലയം ഇടപെടുന്നില്ല, അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ ആ രീതിയിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ വന്ന പ്രസ്താവനയിലും AIIB പുറത്തുവിട്ട റിപ്പോർട്ടിലും അവർ പറയുന്നുണ്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു, വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഹാങ്കറിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശോധനകൾ തുടരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുന്നു എന്നതാണ്. കാരണം ഇതിലെ ചുരുളുകൾ ഇനിയും അഴിയേണ്ടതുണ്ട്. അതായത് ഈ ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. വിജയകുമാർ. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണലിൽ ഇന്നലെ വന്ന ആ ആർട്ടിക്കിളും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ അവർ പുറത്തുവിട്ടതും ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ്. ആ അന്വേഷണത്തിൽ ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണൽ തന്നെ പറഞ്ഞിരുന്നത് അവർക്ക് റിപ്പോർട്ട് കിട്ടിയത് അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധർ ഈ അന്വേഷണത്തിൽ സഹായികളായിരുന്നു, പങ്കെടുത്തിരുന്നു, അവർ നൽകിയ വിവരം എന്നതാണ്. അപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തലും വാൾസ്ട്രീറ്റ് ജേണലിലെ ആർട്ടിക്കിളും തമ്മിൽ ബന്ധമുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ 2 കണ്ടെത്തലും ഏതാണ്ട് ഒരേ ദിശയിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത്, വിലയിരുത്തേണ്ടത്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത് അങ്ങേയറ്റം സാങ്കേതികമാണ് ഈ വിഷയങ്ങൾ എന്നതിൽ തർക്കമില്ല. ഈ ബോയിങ് ഡ്രീം ലൈനറിലെ കട്ട് ഓഫ് സ്വിച്ചുകൾ അത് എങ്ങനെയാണ് ആ പൊസിഷനിലേക്ക് എത്തിയത് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. തനിയെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് ഒരിക്കലും ആ സ്വിച്ചുകൾ മാറില്ല എന്നതാണ് വ്യോമയാന വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത്. അതായത് ഒരു പൈലറ്റിന്റെ ഇടപെടൽ അതിന് അങ്ങേയറ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. വിമാനം പറന്നുയരുമ്പോൾ റൺ പൊസിഷനിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ് സ്വിച്ചുകൾ അത് എങ്ങനെയാണ് ഓഫായി എന്നതാണ് പരിശോധിക്കേണ്ടത്. അതാണ് പൈലറ്റ് ആ ഘട്ടത്തിൽ അതിൽ പൈലറ്റിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കാൻ കാരണം അതാണ്. അത് പൂർവ്വസ്ഥിതിയിലേക്കാക്കിയെങ്കിലും പക്ഷേ വിമാനം പറന്നുയരാനാകാതെ അത് താഴേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ആ വിമാനത്തിൽ സംഭവിച്ചത്? എന്താണ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന കണ്ടെത്തൽ? നമുക്ക് വിശദമായി പരിശോധിക്കാം. കോക്പിറ്റിന്റെ സെന്റർ കൺസോളിലാണ് ഫ്യൂവൽ കട്ട് ഓഫ് ആൻഡ് റൺ സ്വിച്ചുകളുള്ളത്. ബട്ടൺ ടൈപ്പ് സ്വിച്ചുകളാണ് ബോയിങ് ഡ്രീം ലൈനറിലുള്ളത്. സ്വിച്ചിന്റെ അടിയിലുള്ള ലോക്കിംഗ് സംവിധാനം താഴ്ത്തിയാൽ മാത്രമേ സ്വിച്ച് താഴ്ത്താനാകൂ. തനിയെ ഈ സംവിധാനം പ്രവർത്തിക്കില്ല. പൈലറ്റിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാനാകില്ല. സാധാരണഗതിയിൽ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പൈലറ്റ് ഓഫ് ചെയ്യാറുള്ളൂ. വിമാനം പുറപ്പെടുന്നതിന് മുമ്പായി ഫ്യൂവൽ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്കാക്കും. ഫ്യൂവൽ സ്വിച്ച് ഓണാക്കാതെ ഒരിക്കലും വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല. വിമാനം പറക്കുന്ന നേരത്ത് ഈ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. എന്നിരുന്നാലും വിമാനത്തിന്റെ എഞ്ചിൻ കേടാകുകയോ എഞ്ചിനിൽ തീപടരുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആകാശത്ത് വെച്ചും ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ അത് അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. വിമാനം ഉച്ചയ്ക്ക് 1:38 കഴിഞ്ഞ് 42 സെക്കൻഡിൽ പരമാവധി വേഗമായ 180 നോട്ട്സ് ഇൻഡിക്കേറ്റഡ് എയർ സ്പീഡിലെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് എഞ്ചിൻ 1ഉം എഞ്ചിൻ 2ഉം 1 നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതായാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോഴാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുകയും ചെയ്യുന്നു. 1:38 കഴിഞ്ഞ് 52 സെക്കൻഡിൽ എഞ്ചിൻ 1ന്റെ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫിൽ നിന്നും റണ്ണിലേക്ക് മാറ്റിയതായി കാണുന്നു. അതിനുശേഷം 4 സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള കട്ട് ഓഫ് സ്വിച്ചും റൺ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 സെക്കൻഡുകൾക്ക് ശേഷം 1:39 കഴിഞ്ഞ് 5 സെക്കൻഡ് പിന്നിട്ടപ്പോഴാണ് പൈലറ്റുമാരിൽ ഒരാൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ സന്ദേശം അയക്കുന്നത്. പിന്നീട് കാണുന്നത് വിമാനം തകർന്നു വീഴുന്നതാണ്. പൈലറ്റുമാരിൽ ഒരാൾ ബോധപൂർവം കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവോ അതോ അബദ്ധം സംഭവിച്ചതാണോ? തുടരന്വേഷണങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായേക്കും. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ പുറത്തു വന്നത് അന്തിമ റിപ്പോർട്ടല്ല, അത് ഒരു പ്രാഥമിക വിലയിരുത്തലുകൾ മാത്രമാണ് എന്ന് വ്യോമയാന മന്ത്രാലയം, വ്യോമയാന സഹമന്ത്രി തന്നെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വാർത്താമഴ. തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങാൻ BJP സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം.
കേരളത്തിന്റെ വികസനമാണ് BJP ലക്ഷ്യമിടുന്നതെന്നും മാറ്റം ആവശ്യമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. 2026-ൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അമിത്ഷാ LDF-നും UDF-നും എതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. कम्युनिस्ट पार्टी के लिए केरल का विकास, इसके ऊपर कैडर का विकास है और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. और मित्रों, ये LDF, UDF, LDF, केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലെ പ്രസംഗം പോലെയായിരുന്നു പുത്തരിക്കണ്ടത്ത് അമിത്ഷായുടെ ഇന്നത്തെ പ്രസംഗം. BJPയുടെ ഒരു താഴെത്തട്ടിലൊക്കെയുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേതൃയോഗമാണ്. അതിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കങ്ങൾ അതുതന്നെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അമിത്ഷായുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സംസ്ഥാനത്തിന്റെ BJPയുടെ വികസന സമിതി സമ്മേളനമാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്നത്. അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP നേതാവും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷാ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ മുന്നോട്ട് വെച്ചത്. വിദേശത്ത് പോയിരിക്കുന്ന പിണറായി വിജയൻ ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് അറിയണം, ആ ഒച്ചത്തിൽ ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം ആരംഭിച്ചത്. ഒപ്പം കേരളത്തിൽ മാറി മാറി വന്ന UDF, LDF സർക്കാരുകൾ കേരളത്തിന് എന്ത് നൽകി? പലതവണ ഇവർക്ക് അവസരം സംസ്ഥാനത്തെ ജനങ്ങൾ നൽകിയിട്ടും അക്രമ രാഷ്ട്രീയം മാത്രമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ 2026-ൽ വികസന കേരളം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJP അധികാരത്തിൽ വരും, NDA അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനമായി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര സർക്കാർ നടത്തിയ ഓരോ വികസന പദ്ധതികളും എണ്ണി എണ്ണി പറയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നൽകിയ വികസന പദ്ധതികൾ എണ്ണി എണ്ണി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിജയം BJPക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. 25% വോട്ട് നൽകി കേരളത്തിൽ വിവിധ വാർഡുകളിൽ, പല വാർഡുകളിൽ, ഭൂരിപക്ഷം വാർഡുകളിലും BJP അധികാരത്തിൽ വരും. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തകർ മുന്നോട്ട് വെക്കണം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഒപ്പം 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി, സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും വരുന്ന മാസങ്ങളിൽ ഈ BJP അല്ലെങ്കിൽ NDA വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായി ഇറങ്ങണം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജനങ്ങൾക്കും അത് വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. എന്തായാലും സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയുമുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. ഒപ്പം രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടത്തിയ LDF നടത്തിയ ചില അഴിമതികൾ, അതായത് സഹകരണ ബാങ്ക് അഴിമതി, അതുപോലെ തന്നെ വിവിധ അഴിമതികൾ എണ്ണി എണ്ണി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായ. അഴിമതി രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവുമാണ് മാറി മാറി വന്ന LDF-ഉം UDF-ഉം സംസ്ഥാനത്ത് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ BJP-യാണ് വികസന കേരളത്തിന് വേണ്ടി അധികാരത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയത്. വിജയകുമാർ. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അതേസമയം BJPയുടെ പുതിയ സംസ്ഥാന ആസ്ഥാനമായ KG മാരാർ ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഓഫീസിന് മുന്നിൽ വൃക്ഷത്തായി നട്ട കേന്ദ്രമന്ത്രി അമിത്ഷാ ഓഫീസിനകത്ത് സ്ഥാപിച്ച KG മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. സംസ്ഥാനത്തെ BJPയുടെയും BJP പ്രവർത്തകരുടെയും ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി. സംസ്ഥാന ആസ്ഥാനമായ KG മാരാർ ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. KG മാരാർ ഭവനിലെത്തി പതാക ഉയർത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷാ ഓഫീസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു.
BJP സ്ഥാപക നേതാക്കളായ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായുടെയും അർദ്ധകായ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാറുടെ അർദ്ധകായ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു. കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായിരുന്ന കാലത്ത് അമിത്ഷാ തറക്കല്ലിട്ട കെട്ടിടം K. സുരേന്ദ്രന്റെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി പാലുകാച്ചലും നടത്തി. അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ 7 നില കെട്ടിടത്തിന്റെ അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കിയാണ് അമിത്ഷാ BJP പ്രവർത്തകർക്ക് സമർപ്പിച്ചത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി V. മുരളീധര പക്ഷം. സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ. തന്നെ അവഗണിച്ചതിൽ അതൃപ്തിയുമായി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി C. ശിവൻകുട്ടി രംഗത്തെത്തി. 24 എക്സ്ക്ലൂസീവ്. V. മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ പാർട്ടിയിൽ ആഭ്യന്തര കലാപം. അവഗണിച്ചതിലെ അതൃപ്തി പരസ്യമാക്കി V. മുരളീധര പക്ഷ നേതാവ് C. ശിവൻകുട്ടി. വ്യക്തിപരമായ വിഷമങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കിയ C. ശിവൻകുട്ടി 24നോട് പറഞ്ഞു. പരിഗണന കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് വരുന്ന ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സമയത്ത് പല ഘട്ടങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പ്രവർത്തന മികവാണ് മാനദണ്ഡമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശിന്റെയും S. സുരേഷിന്റെയും പ്രതികരണം. കഴിഞ്ഞ കാലങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വോട്ട് വർദ്ധിപ്പിച്ച ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തിച്ച മേഖലകളിൽ പാർട്ടി ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ നേടിയിട്ടുള്ള വോട്ടും മുന്നേറ്റവുമാണ് ഒരു പ്രധാന മെറിറ്റ്. വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്ന് അനൂപ് ആന്റണി. ഈ പറയുന്നതെല്ലാം ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നതും പാർട്ടി കരുതുന്നതും. പാർട്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, അതിനകത്ത് യാതൊരു സംശയമില്ല. പാർട്ടിയിൽ തുടർന്നു പോന്ന സാമുദായിക സന്തുലിതാവസ്ഥ അപ്പാടെ അട്ടിമറിച്ചെന്ന് മുരളീധര പക്ഷം കടുപ്പിക്കുന്നു. സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ട PK കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പാർട്ടി പ്രവർത്തകർക്ക് പോലും പരിചിതരല്ലെന്നും വിമർശനമുയർത്തുന്നു. ഭിന്നത തുടരുന്ന പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് ഇരുവിഭാഗങ്ങളുടെയും തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കീമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണ നൽകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുല നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. നിലവിലെ കീമിലെ ഘടന CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലവും തങ്ങളോട് അനീതി കാണിക്കുന്നതുമാണെന്നുമാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ പരാതി. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ അത് മാറ്റണം. സർക്കാർ വരുത്തിയ മാറ്റം നീതിയുക്തമായിരുന്നു, എന്നാൽ അത് നടപ്പാക്കാതെ വന്നു. ആദ്യം റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നീട് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ട് പോയതിൽ മനോവിഷമം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ. സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന മലയാള ഐക്യവേദി. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഒരുപാട് സമയം കടന്നു പോവുകയും ചെയ്തു. ഇനി സർക്കാർ ഇതിൽ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘടനയുടെ അഭിപ്രായം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള പിന്തുണ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ്. കീമിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. സർക്കാരിനെതിരെ പ്രതിപക്ഷം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി R. ബിന്ദു. സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അവകാശവും വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് SFI. തീർച്ചയായും അവർക്ക് കോടതിയിൽ പോകാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം അവർ വലിയ ആശങ്കയിലാണ്. കേരളത്തിലെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ സ്വാഭാവികമായി ഇപ്പോൾ കീമിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉയർന്ന റാങ്കിലുള്ള കുട്ടികൾ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ പുറകേക്ക് പോകുന്നതിലുണ്ടായി. ഏതാണ്ട് 23 മാർക്കിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ശരാശരി കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ കീം റാങ്ക് ലിസ്റ്റിനകത്ത് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടിരുന്ന വിവേചനം, ഇത് കടുത്ത വിവേചനമാണ്. ചിലരുടെ എതിർപ്പ് പ്രകാരം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും വേണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 24, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രതിസന്ധിക്ക് പോംവഴി തേടി CPIM. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ പ്രതിസന്ധി സർക്കാരിന് തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം. ഗവർണറുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കുന്നതും നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് പാർട്ടി പരിഗണനയിലുള്ളത്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ പദവിയിൽ തൽക്കാലം തുടരാൻ മിനി കാപ്പന് VC നിർദ്ദേശം നൽകി. VC രജിസ്ട്രാർ പോരിൽ കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം.
ഡിജിറ്റൽ സർവകലാശാലയിൽ അഴിമതി ആക്ഷേപം. കാലിക്കറ്റ് സർവകലാശാലയിൽ VC-ക്കെതിരെ SFI സമരം. സാങ്കേതിക സർവകലാശാലയിൽ പരീക്ഷാ കലണ്ടറും ഫലപ്രഖ്യാപനവും താളം തെറ്റി. ഇതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ സർവകലാശാലകളുടെ പൊതു അവസ്ഥ. കലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം പഴി കേൾക്കേണ്ടി വരുന്നത് സർക്കാരിനാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് പോംവഴി തേടാൻ CPIM തീരുമാനിച്ചത്. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സ്വീകരിക്കുന്ന സമീപനമാണ് സർവകലാശാലകൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ ഗവർണറെ അനുനയിപ്പിക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ വേണം. രണ്ട് നിർദ്ദേശങ്ങൾ ഏത് വേണമെന്നതിൽ വൈകാതെ തീരുമാനമുണ്ടാകും. പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടി നേതൃത്വം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതുമായും നിയമവിദഗ്ധരുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച് അടുത്തയാഴ്ച ഹൈക്കോടതി ഉത്തരവ് വരും. അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് ധാരണ. അതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് തൽക്കാലം തുടരാൻ മിനി കാപ്പനോട് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. തന്നെ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മിനി കാപ്പൻ VC-യോട് ആവശ്യപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച VC സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തിനെതിരെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തി. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മദ്രസ പഠനത്തിന് വേറെ സമയം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തരുതായിരുന്നു, ആലോചിച്ച് ചെയ്യാമെന്നായിരുന്നു മന്ത്രി മറുപടി നൽകേണ്ടിയിരുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമയം വേറെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താലോ. പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം, ആര് പറയുകയാണെങ്കിലും. മനസ്സിലായില്ലേ? ആ ശൈലി ശരിയല്ല എന്ന് മാത്രം. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാടാണ് താൻ പറഞ്ഞതെന്നായിരുന്നു മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണം. വിഷയത്തിൽ ആരുമായും ചർച്ച നടത്താൻ തയ്യാറാണെന്നും മന്ത്രി. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞു. ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. ചർച്ചയെ സ്വാഗതം ചെയ്ത സമസ്ത അധ്യക്ഷൻ ചർച്ചയ്ക്ക് വിളിച്ച മന്ത്രിയുടെ ഇപ്പോഴത്തെ സമീപനം മാന്യമെന്ന് പ്രതികരിച്ചു. അദ്ദേഹം ചർച്ചയ്ക്ക് സമയം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യണം. അപ്പോൾ എനി ടൈം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സമയം അദ്ദേഹമാണല്ലോ അറിയിക്കേണ്ടത്. നിലവിൽ സ്കൂൾ സമയമാറ്റത്തിൽ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നു സമസ്ത. ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ ചർച്ച പരാജയപ്പെട്ടാൽ മാത്രം പ്രക്ഷോഭമെന്നും അറിയിച്ചു. 24, കോഴിക്കോട്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് മാതാവ് ശൈലജ. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും മാതാവ് 24-നോട് പറഞ്ഞു. വിപഞ്ചികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. എൻ്റെ കൊച്ചിനെ അവർ പീഡിപ്പിച്ച് അവൻ്റെ പെങ്ങളും അച്ഛനും അവനും കൂടെ ചേർന്ന് അവനെ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും മരണത്തിൽ CBI അന്വേഷണം വേണമെന്നും മാതാവ് ശൈലജ 24-നോട് പറഞ്ഞു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. മുടിമുറിക്കാൻ നിർബന്ധിച്ച് മകളെ വിരൂപയാക്കാൻ ശ്രമിച്ചെന്നും മാതാവ്. മകൾക്ക് നീതി തേടി ഏതറ്റം വരെയും പോകുമെന്നും മാതാവ് പറഞ്ഞു. എൻ്റെ മോളെ വികൃതമാക്കി അവളെ നാത്തൂനുള്ള ഇഷ്ടവതായിരുന്നു എൻ്റെ മോള് വിരൂപിയാവണമെന്ന്. എൻ്റെ മോക്ക് നീതി കിട്ടണം, അങ്ങേ അറ്റം വരെ, അങ്ങേ അറ്റത്തെ കോടതി വരെ, അങ്ങേ അറ്റത്തെ നിയമം വരെ പോകണം. വിഭജിക വിവാഹബന്ധം വേർപെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും ഇതിനായി നിയമസഹായം തേടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ബന്ധു സന്ധ്യ. അവള് കുട്ടി ഉണ്ടായതിനു ശേഷം അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഒരു 3 മാസം. ആ സമയങ്ങളിലൊക്കെ ഇതേപോലെ അമ്മയുള്ളപ്പോൾ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പറയുന്നത്. ഞാൻ ഇവൻ ഡൈവേഴ്സിന് ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് ജഡ്ജിയായിട്ട് വിളിച്ചു എന്നുള്ളത് അറിഞ്ഞു. വിഭജികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും അന്വേഷിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് നിശ്ചയമായും സർക്കാരും ബന്ധപ്പെട്ടവരെല്ലാം നടത്തുന്നത്. വിഭജികയുടെ മകളുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടിലെത്തിക്കുന്നതിനായി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. 24, കൊല്ലം. വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിമിഷപ്രിയയെ ജയിലിലെത്തി കാണാൻ അനുമതി തേടി അമ്മ പ്രേമകുമാരി. നിലവിൽ യമനിലെ സനയിൽ തുടരുകയാണ് പ്രേമകുമാരി. മോചനത്തിനായി നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയതായും സൂചനകളുണ്ട്. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കെ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമത്തിലാണ് അമ്മ പ്രേമകുമാരി.
സനയിലുള്ള നിമിഷയുടെ അമ്മ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടും. ഉദ്യോഗസ്ഥരെ കാണാനുള്ള ശ്രമവും തുടരുകയാണ്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തലാലിന്റെ കുടുംബവുമായി ദയാധനം സംബന്ധിച്ച ചർച്ചകൾ നടത്താനുള്ള ശ്രമത്തിലാണ്. യമനിൽ വ്യവസായം നടത്തുന്ന മലയാളിയും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തലസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. വിനീത VG 24 ഡൽഹി. ആലപ്പുഴയിൽ BJP നേതാവിന് വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ സ്കൂളിലാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപിന് പാദപൂജ നടത്തിയത്. കണ്ണൂരിലും മാവേലിക്കരയിലും നടന്ന പാദപൂജകളും വിവാദമാവുകയാണ്. ആലപ്പുഴ നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് BJP നേതാവിന് പാദപൂജ. BJP ജില്ലാ സെക്രട്ടറിയും നൂറനാട് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് KK അനൂപിനാണ് വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചത്. ഗുരുപൂർണിമ ദിനത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിക്കുന്ന പരിപാടിയിലാണ് BJP നേതാവിനെയും ക്ഷണിച്ചത്. അഭിഭാഷകൻ എന്ന നിലയിലാണ് ക്ഷണമെന്ന സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലാണ് പാദപൂജയെന്ന SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ പൂർത്തീകരണമാണ് RSSന്റെ ലക്ഷ്യമെന്നും SFI. ഇത് പൊതുസമൂഹമാകെ പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ മതവിശ്വാസം കൂടി പരിഗണിക്കപ്പെടണമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ അപരമതവിശ്വാസത്തിന്റെ പ്രചാരകരായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠത്തിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിച്ചു. പരിപാടി നടന്ന സ്കൂളുകളിലേക്ക് SFI തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. 24 ആലപ്പുഴ. അതേസമയം സ്കൂളുകളിൽ കുട്ടികളെ പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതായി ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് B മോഹൻകുമാർ പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നത്. വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് B മോഹൻകുമാർ പറഞ്ഞു. ഗുരുപൂജ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊടുത്തുകയും കിട്ടിയ ഒരു പ്രാഥമിക വിവരമനുസരിച്ച് വളരെ കൃത്യമായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഇതിനെതിരായിട്ട് കർശനമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണം. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം. രണ്ടാം LDF സർക്കാരിന് മികവില്ല. K രാജൻ ഒഴികെയുള്ള മറ്റു മന്ത്രിമാർക്ക് പെർഫോമൻസ് ഇല്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കില്ല എന്നും വിമർശനമുണ്ട്. ഒന്നാം സർക്കാരിന്റെ പ്രവർത്തന മികവിനോട് ചേർന്ന് നിൽക്കുന്നതല്ല രണ്ടാം സർക്കാർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ ആരോപണങ്ങൾ മുന്നണിയെ പ്രതിരോധത്തിലാക്കി. ധനപ്രതിസന്ധിക്കിടയിലും CPIM മന്ത്രിമാർക്ക് പണം അനുവദിക്കുമ്പോഴും CPI മന്ത്രിമാരോട് കടുത്ത അവഗണനയെന്നും ചർച്ചയിൽ വിമർശനം തള്ളി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട്, അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം, അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് 1,15,000 കോടിയായിരുന്നു ഒരു വർഷം ശരാശരി ചിലവാക്കിയത്. ഇപ്പോൾ അത് 1,70,000 കോടിയായിട്ടുണ്ട്. സപ്ലൈകോയിലടക്കം സാധനങ്ങളില്ലാത്തതിന്റെ പേരിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ മറുപടി പറഞ്ഞ് മടുക്കുകയാണ്. ഭക്ഷ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കുമെതിരെ ഉയർന്നത് അതിരൂക്ഷ വിമർശനം. VS സുനിൽകുമാറിനൊപ്പം ഉയരാൻ P പ്രസാദിനാകുന്നില്ല. CPIMനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറാകണം. CPIMനെ താങ്ങുന്ന നിലപാടാണ് സെക്രട്ടറിയുടേതെന്ന് ബിനോയ് വിശ്വത്തിനെ വേദിയിലിരുത്തി പൊതുസമ്മേളനത്തിൽ പ്രതിനിധികൾ ആഞ്ഞടിച്ചു. 24 തൃശൂർ. ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദപരം എന്നാണ് വിമർശനം. അതിനിടെ തരൂരിനെതിരായ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാമാണ് വീക്ഷണത്തിലൂടെ ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ ലേഖനം എഴുതിയത്.
ട്രംപിന് മുന്നിൽ ശശി തരൂരിന്റെ നീക്കങ്ങൾ തകർന്നടിഞ്ഞു. തരൂരിന്റെ സന്ദർശനത്തിന് പിന്നാലെ എത്തിയ പാക് സൈനിക മേധാവി അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ ചുവപ്പ് പരവതാനി വിരിച്ച് രാജകീയ സ്വീകരണം നൽകിയെന്നും ലേഖനത്തിൽ വിമർശിച്ചു. ഇന്ദിരാഗാന്ധിക്കെതിരായ വിമർശനങ്ങൾക്കും ലേഖനത്തിൽ മറുപടി പറയുന്നു. നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദപരമെന്നും കുറ്റപ്പെടുത്തൽ. അതിനിടെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ നഹാസ് ശശി തരൂരിനെ വിമർശിച്ച ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി. യുദാസിനേക്കാൾ വലിയ വഞ്ചകനായി തരൂർ മാറുന്നു എന്ന പോസ്റ്റ് നേതൃത്വം ഇടപെട്ട് പിൻവലിച്ചു. ഇപ്പോൾ ശശി തരൂരിൻ്റെ നിലപാടുകൾ മോദി സ്തുതിയും RSSനും BJPക്ക് അനുകൂലമായി മാറുന്നുണ്ട്. അത് നമ്മളെ കണക്കുള്ള സാധാരണ പ്രവർത്തകർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുകിൽ അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് പോവുക. ഈ രണ്ട് വള്ളത്തിലും കൂടി കാല് ചവിട്ടിക്കൊണ്ട് സാധാരണ പ്രവർത്തകരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെയും കൊഞ്ഞനം കുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകണമെന്നതാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. പാർട്ടിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നതുവരെ കാത്തിരിക്കണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. 24 തിരുവനന്തപുരം. CPM നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട്ടെ CPM നേതാവ് PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച VK ശ്രീകണ്ഠൻ MP. നേതാക്കളെ കാണുമ്പോൾ സൗഹൃദ സംഭാഷണം മാത്രമല്ല രാഷ്ട്രീയവും സംസാരിക്കാറുണ്ടെന്ന് VK ശ്രീകണ്ഠൻ 24നോട് പറഞ്ഞു. എന്നാൽ താൻ ഇപ്പോഴും CPMൽ തന്നെ എന്നാണ് PK ശശിയുടെ പ്രതികരണം. സിനിമാ സ്റ്റൈൽ ഡയലോഗിന്റെ അകമ്പടിയോടെ പാർട്ടിയെ പരസ്യമായി വിമർശിച്ച PK ശശി ജില്ലയിലെ CPIMനെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. പ്രസംഗത്തിലെ വിമർശനത്തിനപ്പുറം ശശി 24നോട് ചിലത് തുറന്നു പറഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒളിച്ചോടുന്നയാളല്ല. ജനകീയ പ്രശ്നങ്ങളിലും പൊതുപ്രവർത്തന മേഖലയിലും ഇന്നലകളെന്ന പോലെ ഇന്നും നാളെകളിലും എൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പോൾ CPIMലാണെന്ന് പറയുന്ന PK ശശി പക്ഷേ പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വലിയൊരു അവസരമായാണ് ഇതിനെ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. PK ശശി മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഒരുപാട് ലീഡർഷിപ്പിലുള്ളവർ അസംതൃപ്തരാണ്. ശശിയുടെ നീക്കങ്ങൾ CPIM സംസ്ഥാന നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കരുതലോടെ മതി പ്രതികരണമെന്ന നിലപാടിലാണ് പാർട്ടി ജില്ലാ നേതൃത്വവും. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. കോൺഗ്രസ് നേതാവ് CV ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് കോൺഗ്രസ് സൈബർ പോരാളികളുടെ അസഭ്യവർഷം. പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ 24നോട് പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു. ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട CV ബാലേന്ദ്രൻ മാസ്റ്റർ KPCC നിർവാഹക സമിതി അംഗം എൻ്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ, എനിക്കത് പറയാൻ പോലും മടിയാണ്, അങ്ങനത്തെ ഒരു വാക്കുകൾ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ട് എന്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി. ഞാൻ ഈ വിഷയത്തിൽ അതിൽ എനിക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ പോലീസിന് തൃത്താല SHOക്ക് പരാതി നൽകിയിട്ടുണ്ട്. VT ബൽറാമിനെതിരായ CV ബാലചന്ദ്രന്റെ വിമർശനം പുറത്തു വന്നതിന് പിന്നാലെയാണ് ചിത്രം പങ്കുവച്ചത്. VT ബൽറാം നൂലിൽ കെട്ടി ഇറങ്ങി MLA ആയി എന്നായിരുന്നു വിമർശനം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ടുനിന്ന്. ശ്രീജിത്ത്, ഇന്നലെയാണ് ആ വിമർശനം നമ്മളും നൽകിയത്. അത് വലിയ ചർച്ചയായിട്ടുണ്ട് പാലക്കാട് കോൺഗ്രസിൽ. എന്താണ് അതിൻ്റെ അനുബന്ധമായി, അതിൻ്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ വരുന്ന പരാതികളും ഈ സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒക്കെ, അല്ലേ? തീർച്ചയായും ജോമർ, നമ്മളാണ് ഇന്നലെ അത് പുറത്തുവിട്ടത്. ഇന്നലെ SKN പ്രൈം ടൈം ഷോയിൽ നമ്മളാണ് ആ വാർത്ത പുറത്തുവിടുന്നത്. CV ബാലചന്ദ്രന്റെ ആ ഒരു ഓഡിയോ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ MP സുബ്രഹ്മണ്യൻ എന്ന അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചത്. അതായത് CV ബാലചന്ദ്രനോടൊപ്പം നിൽക്കുന്ന പടമായിരുന്നു അത്. ആ ചിത്രം ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും വലിയ തോതിൽ വിവാദമാകുന്നു. നിസാർ കുമ്പള, നമുക്കറിയാം ഫേസ്ബുക്കിലൂടെ കോൺഗ്രസിന്റെ പ്രതിരോധം തീർക്കുന്ന
തീർക്കുന്ന, കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന ആളാണ് നിസാർ കുമ്പള. എന്തായാലും നിസാർ കുമ്പളയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം, അത് കേട്ടാലറയ്ക്കുന്ന ആ ദൃശ്യങ്ങളടക്കം ആ സ്ക്രീൻഷോട്ടുകളടക്കം ലഭിച്ചിട്ടുണ്ട്. അതടക്കം വെച്ചാണ് ഇപ്പോൾ MP സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ ചുമതലകളൊന്നുമില്ല എന്നാണ് MP സുബ്രഹ്മണ്യൻ പറയുന്നത്. അദ്ദേഹത്തിന് ഈ നിസാർ കുമ്പള ഇത്തരത്തിൽ കേട്ടാലറയ്ക്കുന്ന രീതിയിൽ തെറി വിളിക്കുന്നത്, ഭാര്യയോട് കൂടി ചേർന്ന് നിൽക്കുന്ന ചിത്രം, CV ബാലേന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിനാണ്. എന്തായാലും SHOക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് പോരിലേക്ക് കടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നേരത്തെ VK ശ്രീകണ്ഠൻ MP VT ബൽറാമിന്റെ നിലപാടിനെ വിമർശിച്ചില്ലെങ്കിലും CV ബാലേന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു പരാമർശം നമ്മുടെ ഭാഗത്ത് നമുക്ക് അല്പസമയം മുൻപ് നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ആരും വിമർശനത്തിന് അതീതരല്ല എന്നാണ്. ബൽറാമിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ഒരു പാർട്ടി ഫോറമാണ്, ജനാധിപത്യ പാർട്ടിയാണ്, ആ പാർട്ടി ഫോറത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ CV ബാലേന്ദ്രൻ മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നാണ് CV ബാലേന്ദ്രൻ ഒരു പിന്തുണ എന്ന രീതിയിൽ VK ശ്രീകണ്ഠൻ പറഞ്ഞത്. എന്തായാലും പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്താകെ ഇതൊരു സൈബർ പോരിലേക്ക് കൂടി നീങ്ങുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വിജയകുമാർ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. DCC അധ്യക്ഷൻ ND അപ്പച്ചനുമായി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വാക്കേറ്റം നടത്തി. സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. ഷഹദ്, ഈ തർക്കത്തിനും ഈ വാക്കേറ്റത്തിനും ഒക്കെ കാരണം എന്താണ്? വിജയകുമാർ, ഈ മുള്ളംകൊല്ലി മേഖലയിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും സമാപിച്ചത്. അതായത് ഇന്ന് അവിടെ വികസന സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഈ DCC അവിടെ ഉണ്ടായിരുന്ന ഓഫീസിന് പുറത്തുനിന്ന് ഇത്തരത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. നമുക്കറിയാം, വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ആ ഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടേണ്ട സമയത്താണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം മാത്രം മതി ഇത്തരത്തിലുള്ള സെമിനാറുകളും വികസന പരിപാടികളും ഒക്കെ തന്നെ നടത്തേണ്ടത് എന്ന കാര്യം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് DCC പ്രസിഡന്റിന് ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് അതായത് DCC പ്രസിഡന്റിനല്ല ഇത്തരത്തിൽ മർദ്ദനമേറ്റത്, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ പിടിച്ച് തള്ളുന്ന അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം നൽകുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അവിടെ നടക്കുന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ്, അതാണെന്ന് പൂർണ്ണ അർത്ഥത്തിൽ മറനീക്കി പുറത്തു വന്നിട്ടുള്ളത്. സംഘർഷത്തെ തുടർന്ന് ആ സെമിനാർ നടത്താനായില്ല. വിവരങ്ങളാണ് ഷഹദ് റഹ്മാൻ പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന്. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ അമ്മയുടെയും മക്കളുടെയും നില ഗുരുതരമായി തുടരുന്നു. എറണാകുളത്ത് മെഡിക്കൽ സെന്റർ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. പരിക്കേറ്റവർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കാൻ ഇടപെടുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇന്നലെയാണ് പാലക്കാട് പാലന ആശുപത്രിയിലെ നഴ്സ് LC മാർട്ടിൻ, മക്കളായ അലേന, ആൽഫി, എയ്മി എന്നിവർക്ക് കാറിനുള്ളിലെ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പൊള്ളലേറ്റത്. LCയെയും അലേന ഒഴികെയുള്ള 2 മക്കളെയുമാണ് ഇന്നലെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ രാത്രിയോടെ അലേനയുടെ മൂക്കിൽ നിന്ന് രക്തം വന്നതോടെ 10 വയസ്സുകാരിയെയും എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെടുമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടൊന്ന് സംസാരിച്ചിട്ട് അന്വേഷണം എങ്ങനെയാണ്, പഴയ വണ്ടിൻ്റെ എന്താണ്, ഇനി മേലാൽ ആവർത്തിക്കണം വരാതെ കഴിക്കണല്ലോ. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മൾ ഒരു ചികിത്സാ സഹായത്തിനുള്ള സൗകര്യം കിട്ടുമെന്ന് പരിശോധിക്കും. മൂത്ത കുട്ടി അലേന അപകടനില തരണം ചെയ്തു. അമ്മയും മറ്റ് 2 കുട്ടികളും ബേൺ ICUവിൽ തുടരുന്നു. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. പോലീസിലെ വയർലെസ് ഇടപാടുമായി ബന്ധപ്പെട്ട് 6 കോടിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ ജെയ്സൺ അലക്സിന് സമ്മർദ്ദമുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അഴിമതിക്ക് വഴങ്ങാത്തതിൽ വൈരാഗ്യത്തോടെ മേലുദ്യോഗസ്ഥർ പെരുമാറിയെന്ന് മാതാവ് ജെമ അലക്സാണ്ടർ ആരോപിച്ചു.
ഇനി ഈ കേരളത്തിൽ ഒരു പോലീസുകാരന് ഇങ്ങനൊരു ദുരന്തം വരരുത്. എൻ്റെ യാചനയാണ്, ഒരു അമ്മയുടെ യാചനയാണ്. ഒരിക്കലും വരരുത് ഇങ്ങനൊരു. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ CI ജെയ്സൺ ഡ്യൂട്ടിക്കിടെ തിരികെ വീട്ടിലെത്തി ജീവൻ ഒടുക്കിയതിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. പോലീസിലെ വയർലെസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് അഴിമതി നടന്നതായി ജെയ്സൺ മാതാവിനോടും ഭാര്യയോടും സൂചിപ്പിച്ചിരുന്നത്. ഉപകരണങ്ങൾ വാങ്ങിയ ബില്ലിൽ ജെയ്സൺ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ബില്ലിൽ ഒപ്പിട്ടാൽ അതിന്റെ സൂക്ഷിപ്പുകാരനായ താനും കുടുങ്ങുമെന്നാണ് ജെയ്സൺ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. കമ്പനിക്ക് പ്രതിഫലം കിട്ടാൻ വൈകിയതിനാൽ മേലുദ്യോഗസ്ഥർ ജെയ്സനുമേൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കിയെന്നുമാണ് ഭാര്യ സോമയുടെ വെളിപ്പെടുത്തൽ. ഓഫീസിൽ നിന്ന് നല്ല പ്രഷറുണ്ടായിരുന്നു, നല്ല പ്രഷറായിരുന്നു. ഒരു DMRൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയും, എടി അത് കള്ളത്തരമാണ് കാണിക്കുന്നത് മൊത്തം, ഞാൻ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് സത്യത്തിന് വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ച് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും കുടുംബം. എന്നാൽ പോലീസ് വയർലെസ് ഇടപാടിലെ അഴിമതി ആരോപണം തള്ളുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. പർച്ചേസിൽ ക്രമക്കേടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരിപാടിയിലാണ് തലസ്ഥാനത്തെ പുതിയ ഡിജിറ്റൽ വയർലെസ് സംവിധാനത്തിന്റെ ആദ്യ പരീക്ഷണം. 24 തിരുവനന്തപുരം. ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം നടത്തിയ കേസിൽ ഇടുക്കി പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കണ്ടുകെട്ടാൻ നടപടി തുടങ്ങി NCB. ലഹരി കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ പണം റിസോർട്ട് വാങ്ങാൻ ചെലവഴിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. കേസിൽ അറസ്റ്റിലായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഈ റിസോർട്ട് പ്രവർത്തിക്കുന്നത്. ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം നടത്തിയ കേസിൽ നിർണായക നീക്കമാണ് NCB നടത്തുന്നത്. ലഹരി വിൽപ്പന നടത്തിയ പണം ഉപയോഗിച്ച് പ്രതികൾ പാഞ്ചാലിമേട്ടിൽ വാങ്ങിയ സൺസെറ്റ് വാലി എന്ന റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു. കേസിൽ അറസ്റ്റിലായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരാണ് സൺസെറ്റ് വാലി റിസോർട്ട് നടത്തിയിരുന്നത്. മുഖ്യപ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവർക്കും ഈ റിസോർട്ടിൽ പങ്കാളിത്തമുണ്ട്. പ്രതികൾ ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ വരും ദിവസങ്ങളിലും കണ്ടുകെട്ടുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. നിലവിൽ 2023 ഓസ്ട്രേലിയയിലേക്ക് ലഹരി പാഴ്സൽ കടത്താൻ ശ്രമിച്ച കേസിലാണ് ഡിയോളും ഭാര്യയും അറസ്റ്റിലായത്. ഈ കേസിന് പുറമെ എഡിസണുമായുള്ള ലഹരി കച്ചവടത്തിൽ ഇരുവർക്കും പങ്കുണ്ടായിരുന്നു. കെറ്റാമെലോൺ എന്ന ലഹരി ഗ്രൂപ്പുമായി 4 പ്രതികൾക്കുമുള്ള ബന്ധവും NCB കണ്ടെത്തിയിരുന്നു. S. ശ്യാംകുമാർ, 24, കൊച്ചി. സംസ്ഥാനത്ത് വീണ്ടും ലഹരിവേട്ട. കോഴിക്കോട്ടും കോട്ടയത്തും നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തിയ കോഴിക്കോട് പെരുവയൽ സ്വദേശി NP ഷഫീഖാണ് പോലീസിന്റെ പിടിയിലായത്. ഷഫീഖ് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ടെറസിലാണ് കഞ്ചാവ് വളർത്തിയിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘവും പന്തീരാങ്കാവ് പോലീസും പെരുമണ്ണയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് ചട്ടിയിൽ വളർത്തിയ 7 അടി ഉയരത്തിലുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തുകയായിരുന്നു. താമരശ്ശേരിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ MDMAയുമായി കോരങ്ങാട് സ്വദേശി വിഷ്ണു പിടിയിലായി. 52.45 ഗ്രാം MDMA കണ്ടെടുത്തു. മെത്താഫിറ്റിനുമായി എരവട്ടൂർ സ്വദേശി വിഷ്ണുലാലും എക്സൈസിന്റെ പിടിയിലായി. ഇയാളിൽ നിന്ന് 30.5 ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുത്തു. പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം കുറിച്ചിയിൽ 4 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളും പിടിയിലായി. ഒഡീഷയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കോട്ടയം ബ്യൂറോക്കൊപ്പം 24 കോഴിക്കോട്. കേരളത്തിന്റെ വികസന സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തുറന്നിട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയിട്ട് ഇന്ന് 1 വർഷം പിന്നിടുകയാണ്. 1 വർഷത്തിനുള്ളിൽ 393 കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. 2ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം സാധ്യതകളുടെ വലിയ തീരമാകുമെന്ന് വിഴിഞ്ഞം സീപോർട്ട് MD ദിവ്യ S. അയ്യർ പറഞ്ഞു. നമ്മൾ 7 മണിക്ക് നമ്മൾ പലയാവർത്തി പറയുന്നു, ആദ്യം കണ്ടപ്പോൾ സാൻ ഫെർണാണ്ടോ ഒരു പൊട്ടായിരുന്നു. ശേഷം അത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ദാ എനിക്ക് തൊട്ട് പിന്നാലെ അടുത്ത സൈറന് മുഴങ്ങിയിരിക്കുന്നത് ബെർത്തിലേക്ക് അടുക്കുന്ന സൈറനാണ്. ജൂലൈ 11 കേരളം കാലങ്ങളായി കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസം. സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തൊട്ടു. പിന്നീട് നമ്മൾ കണ്ടത് അതിവേഗം കുതിക്കുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ. ഇവിടെ വന്നു പോകുന്ന കപ്പലുകൾ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നമ്മുടെ ആ ഒരു കണ്ടെയ്നർ നീക്കം നമുക്ക് ലോകത്തിൻ്റെ ഭൂപടത്തിലൊന്ന് മാർക്ക് ചെയ്യാൻ സാധിച്ചാൽ ശരിക്കും ലോകം മൊത്തം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MSC ഐറിന ഉൾപ്പെടെ 23 അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കഴിഞ്ഞ 1 വർഷത്തിനിടെ വിഴിഞ്ഞം തുറമുഖത്തെത്തി. ഐറിന ഉൾപ്പെടെ പല കപ്പലുകളും ഇന്ത്യയിൽ ആദ്യമായാണ്
ബെർത്ത് ചെയ്തത്. ഇതുവരെ 8.3 ലക്ഷം കണ്ടെയ്നറുകൾ തുറമുഖം കൈകാര്യം ചെയ്തു. കഴിഞ്ഞ 4 മാസങ്ങളായി ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളിൽ ഒന്നാമതെത്താനും വിഴിഞ്ഞത്തിനായി. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 393 കപ്പലുകൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിലെ നാളുകളെക്കാളും കൂടുതൽ കപ്പലുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 10,000 കോടിയിലേറെ ചെലവ് പ്രതീക്ഷിക്കുന്ന 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തുടങ്ങും. അതുകൂടി പൂർത്തിയാകുമ്പോൾ ഒരേ സമയം 5 കപ്പലുകൾക്ക് ബെർത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. പക്ഷേ അടുത്ത ഘട്ടം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു മത്സ്യബന്ധന തുറമുഖം കൂടി കേരള സർക്കാരിൻ്റെ ഒരു ചെലവിൽ നമ്മൾ നിർമ്മിക്കുന്നതായിരിക്കും. ഭൂഗർഭ റെയിൽപാതയുടെ നിർമ്മാണം ഉടനെ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. ഒപ്പം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം നടത്തിയ ലോകത്തെ അപൂർവം പോർട്ടുകളിലൊന്നായി വിഴിഞ്ഞം തുറമുഖം മാറിയെന്നതും അഭിമാനമാണ്. 24 തിരുവനന്തപുരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ സമ്മേളനം കോഴിക്കോട്ട് തുടങ്ങി. ദേശീയ അധ്യക്ഷൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മലയാളിക്ക് എവിടെ ഒരു ആപത്ത് വന്നാലും AMA പ്രവർത്തകർ സഹായഹസ്തവുമായി എത്തുകയാണ് ലക്ഷ്യമെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലെ മലയാളികൾ ഒന്നിക്കുന്ന സമ്മേളനം. വിവിധ മലയാളി കൂട്ടായ്മയുടെ ഒത്തുചേരലിനാണ് കോഴിക്കോട് തുടക്കമായത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ സമ്മേളനം ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് എവിടെയായാലും കഷ്ടപ്പെടുന്ന മലയാളിക്ക് കൈത്താങ്ങാവുകയാണ് AIMAയുടെ ലക്ഷ്യം. പട്ടിണി കിടക്കുന്ന ഒരു മലയാളി പോലും ഉണ്ടാകരുതെന്നും ഗോകുലം ഗോപാലൻ. ഞാനൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. 100-200 പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതായിട്ട് പോകുന്നത് ആശുപത്രിയിലേക്കാണ്. ഒരു യൂണിറ്റിൽ നിന്ന് 1,000 രൂപയെങ്കിലും അതിനു വേണ്ടി ചെലവഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ അത് പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റൂ. ഞങ്ങൾ AMA എന്നുള്ള ഭക്ഷണമാണ് കൊണ്ടുവരുന്നത് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോ പാവപ്പെട്ടവനും പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. AIMA സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്രൻ പൊയിലൂർ ആമുഖ പ്രസംഗം നടത്തി. AIMA ദേശീയ ഭാരവാഹികളായ ബിനു ദിവാകരൻ, ബാബു പണിക്കർ, KR മനോജ്, അനിത പാലാരി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വനിതാ സമ്മേളനവുമുണ്ട്. AIMA അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നാളെ സമ്മാനിക്കും. 24 കോഴിക്കോട്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി സംരംഭകരുടെ കൂട്ടായ്മ ദി ബിസിനസ് ക്ലബ്ബ് കാർ റാലി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് വയനാട്ടിലേക്ക് നടത്തിയ റാലിയിൽ 200ഓളം പേർ പങ്കെടുത്തു. ജീവിതം തിരഞ്ഞെടുക്കൂ, ലഹരിയോട് നോ പറയൂ എന്ന സന്ദേശം പകർന്നാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർ റാലി സംഘടിപ്പിച്ചത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയെ പ്രതിരോധിക്കാനും അവയോട് പോരാടാനുമുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് റാലിയിലൂടെ ലക്ഷ്യമിടുന്നത്. ദി ബിസിനസ് ക്ലബ്ബ് പ്രസിഡന്റും മൈജി ചെയർമാനുമായ AK ഷാജിയുടെ നേതൃത്വത്തിലാണ് റാലി. വലിയൊരു മെസ്സേജ്, ഞങ്ങളാൽ കഴിയുന്ന ഒരു മെസ്സേജ് ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കുകയാണ്, യുവതലമുറ കൊടുക്കുകയാണ്, പുതിയ എൻ്റർപ്രണേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അവരോടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഏറ്റവും വലുത് ജീവിതമാണ് ലഹരി, അല്ലെങ്കിൽ സ്പോർട്സ് ആണ് ലഹരി, ബിസിനസ്സാണ് ലഹരി എന്നുള്ള ഒരു വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു യുവതലമുറ പോകുന്ന പോക്കൊക്കെ അറിയാലോ. അപ്പോൾ അതിൽ നിന്നും മാറി ചിന്തിക്കട്ടെ, ബിസിനസ്സിലേക്ക് വരട്ടെ എന്നുള്ള വലിയൊരു മെസ്സേജാണ് ബിസിനസ്സുകാരായി ഞങ്ങൾ കൊടുക്കുന്നത്. കോഴിക്കോട് ജോയിന്റ് RTO CP സക്കറിയ, TBC ഭാരവാഹികളായ ബൈജു ഗോപാലൻ, സുബൈർ കൊളക്കാടൻ, സന്നാഫ് പാലക്കണ്ടി, NV അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഗൃഹോപകരണ ഇന്റീരിയർ ഡിസൈൻ മേഖലയിലെ പ്രമുഖരായ ഇൻട്രോയലിന്റെ ബ്രാൻഡ് അംബാസിഡറായി ചലച്ചിത്ര താരം കല്യാണി പ്രിയദർശൻ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇൻട്രോയൽ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ സുഗതൻ ജനാർദ്ദനൻ, CEO റജി ജോർജ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ പ്രിയ രാജേഷ് എന്നിവർ പങ്കെടുത്തു. കല്യാണി പ്രിയദർശനുമായുള്ള സഹകരണം ഇൻട്രോയലിനെ ഒരു അത്യാധുനിക ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് MD സുഗതൻ ജനാർദ്ദനൻ പറഞ്ഞു. പുതുതലമുറയുമായുള്ള കല്യാണിയുടെ ബന്ധം ഇൻട്രോയൽ ബ്രാൻഡിന് ശക്തി പകരുമെന്ന് CEO റജി രാജനും വ്യക്തമാക്കി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.